അതിനേശ് ഇവിടെ ഊയനും അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇവളാണ് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കും. അപ്പോഴാണ് അവളുമാരാണ് ഇവളെ റാഗ് ചെയ്ത 3 പെമ്പിള്ളേരെയും അടിച്ച് പഞ്ഞിക്കിട്ടെന്ന് പറയും. കൂടാതെ ഇവൾക്ക് ഏറിമിനെ അറിയാൻ ചോദിക്കുമ്പോൾ ഹൂയിന് ഏറിം എന്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞ് ഇവർക്ക് എങ്ങനെ അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളുമാരും പറഞ്ഞു കൊടുക്കുന്ന ഈ 3 പേരെന്ന് റാഗ് ചെയ്യാൻ പറഞ്ഞയച്ച ഇവളെ ഫ്രണ്ടാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഏറിമാണ്. അങ്ങനെ ഇവൾമാരുടെ ബോസാന്ന് മനസ്സിലാക്കിയപ്പോൾ ഊയിനത് ഷോക്കാവും. അതേസമയം ഏറിമാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അവള് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുമാര് കൊടുത്താണ് ഇതൊരു പെങ്കൊച്ചിന്റെ അച്ഛൻ ലോയറാന്ന് പറഞ്ഞ് ഇവൾ വന്നില്ല, ഈ പ്രശ്നം മൊത്തം സീനാന്ന് പറയും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് ഏറിമാണ് ഇത് കാരണം എന്റെ മോഡലിംഗ് പോയാലും എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ കോളേജിലെങ്കിലും പോകാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഗീജോനാണ് ഇവൾ എങ്ങോട്ടേക്ക് രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞ് അവനവിടെ മാസമായിട്ട് നിൽക്കും. അതിനുശേഷം ഇവിടെ ഊയിന്റെ ഫ്രണ്ട്സും ഏറിയും പറഞ്ഞ എല്ലാം നീ വിശ്വസിച്ചോന്ന് പറഞ്ഞ് അവള് ഗീജോന്റെ എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞെല്ലാം വെറും കള്ളോന്ന് ഇവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെയാണ് ഏറിമിനെ കുറിച്ച് ആ ഗീജോനൊന്നും ഇവളോട് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഊയിനാണ് അപ്സെറ്റ് ആയിട്ട് സത്യത്തെ അവൻ പറഞ്ഞ്, പക്ഷെ അവൻ പറഞ്ഞപ്പോ ഇവളെ വിശ്വസിക്കാത്തേന്ന് ഇവളതോർത്ത് ഇപ്പൊ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഗീജോനാണ് ഇവളോട് അകത്തിരിക്കുന്ന 3 പേര് നിന്റെ ഫ്രണ്ട്സ് അല്ലേ, അവരിന്ന് ഒറ്റയ്ക്കിട്ട് പോവാണോ, ഇനി നീയാണോ പഴയതുപോലെ അവരുടെ കൂടെ ചേർന്ന് ഹൂയിനെ റാഗ് ചെയ്ത എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവളാണ് പേടിച്ചിട്ട് ഇവൻ അവളുടെ പുറകെ പോകുന്നോണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും. ഇതോടെ അവനാണ് ദേഷ്യത്തി നിന്നെ പോലെ പെമ്പിളരെ ഇഷ്ടപ്പെടാത്ത ഇത് കാരണം നീയൊക്കെ മറ്റുള്ളവരുടെ ഫീലിങ്സിൽ ചെന്നാ കളിക്കുന്നത്, ഇങ്ങനെ ചെയ്യുവാണ് നിനക്കൊരാളുടെ സ്നേഹമൊന്നും കിട്ടത്തില്ല എന്നിന് അവനും പറയുമ്പം ഇവളാണ് ചെയ്തതിനൊക്കെ ഇപ്പൊ ഇവനോട് സോറി പറയും. അപ്പോഴാണ് ഗീജനും സോറി ഒന്നും വേണ്ട, കാരണം സോറി പറഞ്ഞ ചിലപ്പോ ആ ഊയിനാണ് നിന്നെ പെട്ടെന്ന് തന്നെ ക്ഷമിക്കും, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം നിനക്ക് ഒരിക്കലും നടക്കില്ല. എന്തായാലും എനിക്ക് നിന്നോട് താങ്ക്സ് പറയാനേ ഉള്ളൂ, കാരണം നീ കാരണം എനിക്കിപ്പോൾ അവളുടെ ഒപ്പം നിൽക്കാം എന്നിന് അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം സെറയുടെ പേരൻസ് വന്ന് ഇവരവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഗീജോന്റെ ഫ്രണ്ട്സ് ആണ് അവനെ വിളിച്ചിട്ട് അവനെന്ത് ഇതുവരെ വരാത്തെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ ആലോചിച്ചോണ്ടിരിക്കും, കാരണം അവനിപ്പോ ഇവിടെ ഇല്ല. ഇതേസമയം സെറയുടെ അമ്മയും ദേഷ്യത്തിൽ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഊയിനാണ് അവൾക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് അവൾ മറ്റേ ഏറിമിനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് ഏറിമും എന്നെ അടിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഊയനാണ് മറ്റേ 3 പെമ്പിള്ളേർ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ചോദിക്കും. ഇത് കേട്ട് മറ്റവളാണ് ദേഷ്യത്തി അവര് പറഞ്ഞ് നീ ഒന്നും കേട്ടില്ല, ചുമ്മാ ഓവറായിട്ടൊന്ന് ആക്ട് ചെയ്യണ്ട ഒരു ഇന്നസെന്റിനെ പോലെ എന്നിന് ഇവള് പറയുമ്പോഴാണ് ഊയനും ഞാൻ അതിന് അത്രയ്ക്കും നൈസാന്നൊന്നും പറഞ്ഞില്ലല്ലോ, കാരണം നീ എന്നോട് ഗീജോന് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് നീ ഒരു വില്ലത്തി ആയിരിക്കണം ഞാൻ പ്രാർത്ഥിച്ച്, അതുകൊണ്ട് ഞാൻ ഇന്നസെന്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും എനിക്ക് നിന്നോട് താങ്ക്സ് പറയുള്ളൂ, കാരണം നീ കാരണം എനിക്ക് ഗീജോനോട് ഇഷ്ടമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി എന്നിന് അവള് താങ്ക്സ് പറയുമ്പോഴാണ് ഇത് കേട്ട് ഏറിയുമാണ് ഗീജോനും താങ്ക്സ് അറിഞ്ഞൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് ഇവ രണ്ടുപേരും എന്തിനാ ഇവൾക്ക് താങ്ക്സ് അറിഞ്ഞെന്ന് പറഞ്ഞ് അവൾ അവസാനം ഷോക്കായിരിക്കും. അതിനുശേഷം വീട്ടിലേക്ക് നോയിനാണ് ഇവൾ വെറുതെ ഗീജോനോടൊക്കെ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ് ആ സിറ്റുവേഷൻ അവൾ ഉണ്ടായിരുന്നെങ്കിലും അവളും ഗീജോനെ പോലെ തന്നെ കാണാൻ വരത്തില്ലെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ സങ്കടത്തിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അതേസമയം ഗീജോൻ ഇവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഇവളൊരു മണ്ടിയായിപ്പോന്ന് പറഞ്ഞ് ഇവനോട് അങ്ങനെ ബിഹേവ് ചെയ്തതിനൊക്കെ സോറി പറയും. അപ്പോഴാണ് അവനും നീ എന്തിനാ മണ്ടി എന്ന് പറയുന്നത്, ഞാനാ മണ്ടൻ, നിനക്ക് ഈ സംഭവിച്ചെല്ലാം ഞാൻ കാരണമില്ലേ, എന്നെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് എന്തുവാ ഞാനൊരു മണ്ടനായി പോയി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഞാൻ അറിഞ്ഞതുപോലില്ല എന്നിന് ഇവനും പറയുമ്പോ തന്നെ അവള് പെടുന്ന് ഹഗ് ചെയ്തിട്ട് ഇവൻ ഇവിടെ ഇപ്പോൾ ഉള്ളതുണ്ട് ഇനി വേറൊന്നും ആലോചിക്കണമെന്ന് പറയും. അതിനുശേഷം അവനെ വിഷമിച്ച് ഇവളോട് സോറി അറിയുമ്പോഴാണ് അവളാണ് എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ് ഇവൻ ഇഷ്ടമെന്ന് പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യും. ഇത് കേട്ട് അവനാണ് ഷോക്കായി ഇവളിപ്പോ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവനോട് ഒന്നും കൂടെ പറയും. അതിനുശേഷം അവൻ നോക്കുന്നുണ്ട് ഇനിയിപ്പോ കേട്ടില്ല ഞാൻ പോവാന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവന് പറയുന്ന ഹഗ് ചെയ്തിട്ട് എനിക്ക് നിന്നെ കുറെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടെ ഇപ്പൊ കപ്പിൾസ് ആവും. ഇതേ സമയം ഇവിടെ സെറയുടെ അച്ഛനമ്മയും കൂടെ ഇവളുണ്ടാക്കിയ പ്രശ്നം കൊണ്ട് അവർ തമ്മിൽ വഴക്കാവുമ്പോഴാണ് പെട്ടെന്ന് ഇത് കേട്ട് സെറയാണ് വിഷമിച്ചിട്ട് ഇവളെ കുറിച്ചൊക്കെ ഇവ രണ്ടുപേരും ഓർക്കുമെന്നൊക്കെ ചോദിക്കും. കാരണം ഇവളുടെ പാരന്റ്സ് ഡിവോഴ്സ് ചെയ്തപ്പോ ഇവളുടെ അച്ഛനും അമ്മയും കൂടെ ഇവളെ കോടതി വെച്ച് ഇവളെ വളർത്താൻ സമ്മതിച്ചാണത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് സെറയാണ് അവൾ ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്നത്. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് നോക്കി അവളാണ് സങ്കടത്തി നിങ്ങൾ എന്നെ ഒരു മകളായിട്ട് കണ്ടോണ്ടെന്ന് പറഞ്ഞ് അവള് കരഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവൾ ഇറങ്ങി അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ അച്ഛൻ കാർ എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അത് കണ്ട് അവള് വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അമ്മയാണ് അടുത്തേക്ക് വന്നിട്ട് ഇവളെ സമാനപ്പെടുത്തും. അതിനേശം ഇവിടെ ഊയിന്റെ അമ്മയാണ് ഇവൾ കുറെ സമയമായിട്ട് വീട്ടിൽ വരാത്തോണ്ട് അവൾ വന്നപ്പോ തന്നെ അവളെ ഞാൻ ചോദ്യം ചെയ്യും, ഓയി നീ സത്യത്തിൽ പഠിക്കാനാണോ പോന്നെ, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്നിന് ഇവളുടെ അമ്മയും ചോദിക്കുമ്പോൾ അവളാണ് ഒന്ന് മിണ്ടായിരിക്കും. ഇത് കണ്ടിട്ട് അവളുടെ അമ്മയാണ് എന്തുവാ ഇനിയിപ്പോ നീ എന്നോട് സംസാരിക്കേണ്ടെന്ന് തീരുമാനിച്ചോ, ഇനി എത്ര കാലം എന്ന് പറഞ്ഞ നീ എന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്തിരിക്കാൻ പോന്നെ എന്നിന് അവളുടെ അമ്മ വിഷമിച്ച് ചോദിക്കുമ്പോഴാണ് ഇവളാണ് ഇവളുടെ ഫ്രണ്ട്സിന് ഭക്ഷണം പറ്റിയതുകൊണ്ട് ഇവൾ വരാൻ ലേറ്റ് ആയതെന്ന് പറഞ്ഞ് ഇവൾ ഫോൺ എടുക്കാത്തതിനെല്ലാം ഇപ്പൊ സോറി പറയും. അങ്ങനെ അവസാനം അമ്മയായിട്ട് വഴക്കുണ്ടാക്കി എന്റെ തെറ്റാന്ന് പറഞ്ഞ് ഇവളിപ്പോ എല്ലാത്തിനും സോറി പറഞ്ഞ് റൂമിലേക്ക് കയറി ചെല്ലുമ്പം അവളുടെ അമ്മ ഇത് കേട്ട് മൊത്തത്തിൽ സ്തംഭിച്ചു പോയി നിൽക്കും. ഇതേ സമയം ഈ പൂയിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞുകൊണ്ട് ഇവളിപ്പോ സന്തോഷത്തിലുള്ള. അങ്ങനെ ഗീജോനെ പ്രേമിച്ചപ്പോ തൊട്ട് ഇവളിപ്പോ ആള് മൊത്തത്തിൽ മാറി. അതേസമയം ഇവിടെ ഗീറിനാണ് സുൻഹയെ കുറിച്ച് കുറെ ആലോചിച്ച് നോക്കിയിട്ട് ഒരു ശവം വേറെ വല്ലതും പെങ്കൊച്ചിന് സെറ്റ് ആക്കുവാണ് ഇവൾക്ക് വിഷമാന്ന് ആലോചിക്കും. പക്ഷെ എന്നും പറഞ്ഞ് അവന്റെ കൂടെ കപ്പിളാകണമെന്ന് പറഞ്ഞ് ഇവള് തന്നെത്താനെ ആലോചിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുമ്പം അവസാനം
അവസാനം അവനോട് തന്നെ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞ് അവനെ വിളിച്ചിരുത്തും. എന്നിട്ട് ഇവളാണ് ദേഷ്യത്തി എന്റെ മൈൻഡിൽ കയറി നീ കുറെ കളിച്ചെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവൾ ആലോചിക്കുന്ന നിർത്താൻ വേണ്ടി എന്തായാലും വഴി കണ്ടെത്തി തരാൻ പറയും. അപ്പരാണ് അവനും സോറി എനിക്ക് മരുന്നൊന്നും അറിയത്തില്ല എന്നിട്ട് ഇവൻ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവളും എടാ പരമനാറി നിന്നെ കുറിച്ച് കുറെ ആലോചിപ്പിച്ചിട്ട് ഇപ്പൊ നിനക്ക് നിർത്താനും വഴി അറിയത്തില്ലെന്നോ എന്നിട്ട് അവൾ അറിയുമ്പോഴാണ് അവനും നിനക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് എന്നോട് സംസാരിച്ചോടെ എന്നിട്ട് ഇവൻ അവളെ നോക്കുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് പുച്ചത്തി ഡാടാ അങ്ങനത്തെ ഫേസും കൊണ്ട് എന്നോട് സംസാരിക്കല്ലേ ഞാനൊന്നും നിന്റെ ക്യൂട്ടായിട്ടുള്ള ഫേസ് നോകത്തില്ല നിർത്തട നിന്റെ ഷോയൊക്കെ നീ പറഞ്ഞു കേട്ട് എനിക്ക് നിന്നോട് സ്നേഹമൊന്നും വരത്തില്ല എന്നിട്ട് ഇവള് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവനും നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു ഈസി ആയിട്ടുള്ള വ്യക്തിയായിട്ട് തോന്നുന്നു നീ വിചാരിക്കുന്ന ഞാനപ്പോ ഒരു നല്ല പയ്യനല്ലെന്നല്ലേ അതുകൊണ്ടാ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവള് ടെൻഷനായി എടാ അങ്ങനൊന്നും അല്ല എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാ പക്ഷെ അത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കൊരു പിടിയില്ല ഇനിയിപ്പോ നമ്മൾ ഡേറ്റ് ചെയ്താൽ പോലും നമ്മൾ തമ്മിൽ കിസ് ചെയ്യണ്ടേ എനിക്ക് നിന്നെ കിസ് ചെയ്യുന്ന ആലോചിക്കാൻ പോലും വയ്യ എന്നിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അടുത്തേക്കൊന്ന് ഇവളെയും കിസ് ചെയ്യും അതോടെ അവൾക്കത് മൊത്തത്തിൽ റൊമാൻറ്റിക് ആയി മാറുമ്പോഴാണ് ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ നിന്നെ ഓടിച്ചെന്ന് അവനെ കിസ് ചെയ്യും അതിനുശേഷം ഓരോ ദിവസം ഇവർ തമ്മിൽ കിസ്സൊക്കെ ചെയ്ത് അവരുടെ റൊമാൻസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെങ്കിലും ഒരു കപ്പിൾസ് ആകണമെന്ന് ഇവരാഗ്രഹിക്കുന്നത് അതേസമയം ഇവിടെ ഗീജന് ഭയങ്കര സന്തോഷത്തി ഞങ്ങളിപ്പൊ കപ്പിൾസ് ആയി അളിയാന്ന് പറഞ്ഞ് അവനോട് സന്തോഷിച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും ഇതേസമയം സ്കൂളിൽ ചെന്നിട്ട് ഊയനാണ് ഗീജന്റെ പടമൊക്കെ വരച്ചു കാണിച്ചിട്ട് ഇവനെ കാണാൻ ലുക്കല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇവളും ഗീജന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ട്സ് ആണ് എപ്പോഴും ഇവളുടെ പറയുന്ന പിന്നെ അവന്റെ മോഡലിംഗ് പണിയെ കാര്യം നോക്കുന്ന പറഞ്ഞ് ഇവളെ ചുമ്മാ കളിയാക്കും അതോടെ ഊയിനാണ് ഞാൻ ഇവിടെ ചുമ്മാ നിന്നെന്ന് പറഞ്ഞ് അവന് വരണ്ടെന്ന് ഇവളാ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ അവിടെ നിന്ന് പോകും അങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഊയിനും അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് കറക്റ്റ് അവന്റെ യൂണിഫോമിൽ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നതാണ് പക്ഷെ അടുത്തേച്ച് നോക്കുമ്പോഴാണ് അത് വേറൊരു പയ്യൻ അതുകൊണ്ട് അവള് വിഷമിച്ചിട്ട് ചേടാ ഞാൻ തന്നെ അവന് വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിതിന് അവനെ കുറെ മിസ് ചെയ്യുന്നു എന്നിട്ട് ഇവള് തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്ന ഗീജനാണ് ആരോടാ മോൾ സംസാരിക്കുന്ന പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് പതിയെ ഇങ്ങനെ വരും അപ്പരാണ് അവനും നീ ബുജ്ജി ആയതുകൊണ്ട് മിക്കവാറും ഗ്രാമറൊക്കെ പറഞ്ഞു നോക്കിയതാന്ന് അവനും പറയുമ്പം ഇവളാണ് ഗ്രാമർ വാങ്ങിയൊന്നുമില്ല ഇവനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നെന്ന് പറയും ഇത് കേട്ട് അവനാണ് നീയല്ലേ പറഞ്ഞ നിന്റെ സ്കൂളിൽ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടെന്ന് അതുകൊണ്ടാ ഞാൻ വരാത്ത നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ എന്നിട്ട് ഇവൻ ചോദിച്ചോട് അവള് ടെൻഷനായിട്ട് അല്ല ഞാനൊന്നും വെയിറ്റ് ചെയ്തില്ല നീ എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നേ ഉള്ളൂ എന്നിട്ട് ഇവർ സംസാരിച്ചോണ്ട് പോകുമ്പോൾ അവള് പെടുന്ന് ഇവന്റെ ഡ്രീം എന്തോ ജയിക്കും ഇത് കേട്ട് അവനും എന്റെ ഡ്രീം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറണം എന്നിട്ട് അവൻ പറയുമ്പം ഇത് കേൾക്കുന്ന അവളും അങ്ങനത്തെ ഡ്രീം ഒന്നുമില്ല ഇവൻ ചെയ്യാമെന്ന ജോലി എന്തോ ജയിക്കും അപ്പോഴാണ് അവനും അതിനെ കുറിച്ചൊക്കെ എന്തിനാ ഇപ്പോഴും ആലോചിക്കുന്നത് എന്റെ ചേച്ചിക്ക് പോലും ആ ചിന്തയില്ല പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ആലോചിക്കും എന്നിട്ട് അവൻ പറയുമ്പോഴാണ് വീനും എടാ മണ്ട നിന്റെ ചേച്ചിക്ക് ഡ്രീം ഒക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ അവൾ ആർട്സ് കോളേജിൽ ചേർന്നേക്കുന്നത് എന്തായാലും എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട ഈ ഒരു ക്യാരക്ടറാ കാരണം എന്നെ പോലത്തെ നിനക്ക് ഡ്രീം ഇല്ലെങ്കിലും നിനക്ക് അതോർത്ത് ടെൻഷൻ ഒന്നുമില്ല അതേപോലെ ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അന്ന് രാത്രി ഹൂയിന് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗീജനെ കുറിച്ച് ആലോചിച്ച് അവളിങ്ങനെ സന്തോഷത്തിരിക്കും അതേസമയം അവനും ഇവള് പറഞ്ഞിട്ട് പഠിച്ചൊക്കെ നോക്കുമ്പോഴാണ് അവന് മൊത്തത്തിൽ ഭ്രാന്തളി കൂട്ടുകാരനോട് എന്റെ അളിയ നമ്മുടെ ഊയിനൊക്കെ സമ്മതിച്ചു കൊടുക്കണം കാരണം ഇതിരിക്കുന്ന ഒരു സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് അവന് പഠിക്കാനുള്ള ഉദ്ദേശം അപ്പം തന്നെ നിർത്തും അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് മറ്റേ ബൊങ്കുവിനാണ് മറ്റേ പയ്യന്മാര് മനഃപൂർവ്വം വീഴ്ത്തുമ്പം ബൊങ്കുനാന്ന് മനസ്സിലാവാതെ ഞാൻ അറിയാൻ നിന്റെ കാലിടിച്ചെന്ന് പറഞ്ഞ് അവനൊന്ന് സോറി ചോദിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഇത് കണ്ട് അനിയനാൻ അടുത്തേക്ക് വന്നിട്ട് എടാ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറയാ അവന്മാര് നിന്നെ മനഃപൂർവ്വം വീഴ്ത്തിയത് എന്നിട്ട് ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് മറ്റേ റാഗിങ് ചെയ്യുന്ന പയ്യനും ബൊങ്കു മര്യാദയ്ക്ക് സോറി അയക്കടാന്ന് പറഞ്ഞ് അവനെ മണ്ടാന്നൊക്കെ പറഞ്ഞ് വഴക്കുറയും ഇത് കേട്ട് അനിയനാണ് ദേഷ്യത്തി നീ തെറ്റ് ചെയ്തിട്ട് നീ അവനെ വഴക്കുറയുന്നു മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ സോറി അയക്ക് എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് മറ്റേ പയ്യനാണ് ദേഷ്യത്തി ഗായ്സ് നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാവോ ഇവന്റെ അമ്മ പറയുന്ന ഫുള്ളും കള്ളത്തരാന്ന് എന്റെ അമ്മ പറഞ്ഞായിരുന്നു ഇവന്റെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഷോ അടിച്ചോണ്ടിരിക്കുക പക്ഷെ അതൊക്കെ ചുമ്മാ തള്ള എന്നിട്ട് ഇവനും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇത് കേട്ട് അനിയനാണ് ദേഷ്യത്തി ഓടി അവൻ അടിക്കാൻ വേണ്ടി പോകും അതിന്റെ അടുത്ത സീനി ഇവന്റെ അമ്മ അവൻ സ്കൂളിൽ വെച്ച് അടിയുണ്ടാക്കിയതുകൊണ്ട് സ്കൂളിലേക്ക് വന്നേക്കും അങ്ങനെ അമ്മയും അനിയന്റെ ഫേസിലെ മുറിയെ കണ്ടിട്ട് മറ്റേ അടിച്ചവന്റെ പയ്യന്റെ പാരന്റ്സ് ഡിവോഴ്സ് ചെയ്യുന്നോണ്ട് ഇവനെ ലൂസി വിട്ടേക്കോണെന്ന് പറഞ്ഞ് അവരറിയാ സത്യം പറഞ്ഞു ഇത് കേട്ട് അനിയനാണ് ദേഷ്യത്തി ഞാൻ അമ്മ അവനെ ഫസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞ് അവൻ ആ പ്രശ്നം സോൾവ് ആക്കും അതിനെ ശിവന്റെ അമ്മയും ഇനി ഇതിനെ കുറിച്ച് ആലോചിച്ച് മോ വിഷമിക്കണ്ട മോ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അനിയനെ സമാനപ്പെടുത്തുമ്പം അവനാണ് അമ്മ അപ്പ എന്നെ വഴക്കൊന്നും പറയുന്നില്ലെന്ന് ചോദിക്കും അപ്പനാണ് അമ്മയും ഞാൻ എന്തിനാ നിന്നെ വഴക്കുറയുന്നത് നിനക്ക് എന്തെങ്കിലും വേദനയുണ്ട് പറ നമുക്ക് ആശുപത്രി പോകാം എന്നിട്ട് അമ്മ പറയുമ്പോഴാണ് അവനും കരഞ്ഞോണ്ട് എനിക്ക് ആശുപത്രിയിൽ നിന്ന് പോകേണ്ട വീട്ടിൽ പോയെന്ന് പറഞ്ഞ് അവനോട് നിർബന്ധം പിടിക്കും എന്നിട്ട് വീട്ടിൽ വെച്ച് ഊയിനാണ് അവളുടെ അനിയന് മരുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവൻ എന്തിനാ ആ പയ്യന്മാരിട്ട് അടിച്ചാന്ന് ചോദിക്കും അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ തെറ്റാന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അനിയനാണ് ചേച്ചി നിങ്ങൾക്ക് സത്യം അറിയോ നമ്മളുടെ അമ്മ കള്ളം പറഞ്ഞാണെന്ന് എന്നിട്ട് ഊയിൻ അവനായിട്ട് സംസാരിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് അവൻ അതിനുമ്പ് നിന്റെ റൂമിൽ തന്നെ കടന്നുറങ്ങിയെന്ന് പറഞ്ഞ് അവനെ വിളിക്കാൻ വേണ്ടി പോകും അപ്പോഴാണ് ഊയിനും ആദ്യം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മയെ പിടിച്ച് അവിടെ ഇരുത്തും അതേസമയം അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ആദ്യം എന്തായാലും അനിയെ ഫൈറ്റ് ചെയ്ത് കാണത്തില്ലെന്ന് കൂടെ
ഹോംവർക്ക് പോലും ചെയ്ത് അവൻ എന്തോ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ് ഇവിടെ അമ്മ സംസാരിച്ചോണ്ട് പോകുമ്പം അതിനുശേഷം അടുത്ത ദിവസമാണ് മറ്റവന്മാരുടെ പാരന്റ്സ് ഒക്കെ എന്തായാലും പിള്ളേരോടാണോ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് ഇവരായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതിനുശേഷം അമ്മയൊന്നും മൈൻഡ് ചെയ്യാതെ അവര് പുറത്തേക്ക് വന്നിട്ട് ഇവരുടെ മകനല്ലേ ഫസ്റ്റ് അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അതിനുശേഷം ഊയിന്റെ ചേട്ടൻ ഫോൺ വിളിക്കുന്നുണ്ട് ഇവർ അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ കാക്കിയും ബ്ലാക്ക് ഫിംഗറിന്റെ ഫോം പൊട്ടിച്ചോണ്ട് അവൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കുമ്പം ഇവളാണ് അവന്റെ കഴുത്തിരിക്കുന്ന മുറിവ് കണ്ടിട്ട് ഇവൻ കൺസ്ട്രക്ഷൻ പണിക്കൊക്കെ പോയിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അവസാനമായിട്ട് ഡേറ്റ് ചെയ്ത പയ്യനാണ് അവിടേക്ക് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവിടെ കാക്കിയും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതേസമയം ഇവർ തമ്മിൽ സെറ്റ് ആകത്തില്ലെന്ന് സംസാരിക്കാൻ വേണ്ടിയാ അവൾ അകത്ത് കാത്തിരുന്നത്. അതിനുശേഷം അവനെ അവളുടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ കാക്കി ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അവനായിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് അവൻ ഇവളോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ നമ്മൾ തമ്മിൽ ചേർത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെയല്ല അവൾ കാണുന്നതെന്ന് അറിയും. അതുകൊണ്ട് ഇവന്റെ പ്രായത്തിൽ ഒരു പെണ്ണിനെ സെറ്റാക്കാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി ഗീജന് ഊയിനെ കാണാൻ വേണ്ടി ഓടിയെത്തുമ്പോഴാണ് ഇവളാണ് വർക്കൊക്കെ കഴിഞ്ഞിട്ടാണോ ഇവളെ കാണാൻ വേണ്ടി വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും യെസ് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. പക്ഷെ അതേസമയം എനിക്ക് വർക്കിനേക്കാൾ ഇമ്പോർട്ടന്റ് നീയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് അവനും പറയുമ്പം ഇവളാണ് കുറച്ച് ഷൈയായിട്ട് എങ്കിൽ പിന്നെ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് അവനും വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് അവനും പെട്ടെന്ന് എങ്കിൽ പിന്നെ നമുക്ക് കയ്യും പിടിച്ച് നടക്കാന്ന് പറഞ്ഞ് ഇവരുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവര് പാർക്കിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ഇവൻ പറഞ്ഞ പോലെ അവൾക്ക് ഈ അവസ്ഥയിൽ പഠിത്തത്തിനേക്കാൾ ഇവനാ വലുതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് അറിയും. പക്ഷെ എന്നും പറഞ്ഞ് ഇവന് വിലയില്ലെന്നല്ല പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ഇവൾക്ക് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളെന്ന് അറിയും. അതുകൊണ്ട് അവളിപ്പോ അങ്ങനത്തെ ഒരു സംസാരമൊന്നും ഇവനോട് പറയാത്തെന്ന് പറഞ്ഞ് ഇവന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ലെന്ന് ചോദിക്കും. അങ്ങനെ മോഡലിംഗ് വെച്ച് തന്നെ ഇവന് സെലിബ്രിറ്റി ഒക്കെ ആയിട്ട് മാറാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, ഞാൻ ചുമ്മാ പാർട്ട് ടൈമിന് ആ ജോലി എന്നേ ഉള്ളൂ. അതേപോലത്തെ നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായാൽ മതി എന്നിന് അവനും പറഞ്ഞ് പെട്ടെന്ന് അവൾ ഹഗ് ചെയ്തിട്ട് എന്റെ എനർജി ഫുള്ള് നിനക്ക് തരുമെന്ന് പറഞ്ഞ് ഇവളെ ചുമ്മാ ആവശ്യമില്ലാതെ കുറെ ആലോചിച്ചിടണമെന്ന് അറിയും. അങ്ങനെ പഠിക്കുന്നതൊക്കെ മനുഷ്യർക്ക് ചേരുന്ന പണിയല്ലെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് എത്ര പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചവെന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരിങ്ങനെ ഹഗ് ചെയ്തോണ്ടിരിക്കുന്നത് അവിടേക്ക് വരുന്ന അവളുടെ അനിയനാണ് കാണുന്നത്. ഇതോടെ അവൾ പിടിച്ച് അവനെ തള്ളിവിടുമ്പോഴാണ് അനിയനാണ് ഇത് കണ്ടിട്ട് ഇവൻ ആരാന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് ഗീജനും നീ ആരാടെ കൊച്ചിറക്ക എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഉയിനും പേടിച്ചിട്ട് മൈ ഡിയർ ബ്രദർ ഇതെന്റെ ഫ്രണ്ടാ എന്നിന് അവൾ പറയുമ്പം ഗീജൻ ഷോക്കായിട്ട് ഇത് നമ്മുടെ അളിയനാണോ, അളിയ നമ്മളൊക്കെ ഒരു ഫാമിലി അളിയ എന്നിന് അവൻ അടുത്തേക്ക് സംസാരിക്കുമ്പം അനിയനത് ഇഷ്ടപ്പെടാതെ മര്യാദയ്ക്ക് അമ്മ വരുന്ന മുമ്പേ ഇവൻ അവിടെ നിന്ന് വിളിച്ചോണ്ടവൻ പറയും. അതോടെ അമ്മ വരുന്ന സൗണ്ട് കേട്ട് അനിയനും പേടിച്ച് ഇവൻ അപ്പം തന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കും. അതിനുശേഷം അവിടേക്ക് അമ്മയാണ് ഇവരുടെ ഒരുമിച്ച് കണ്ടിട്ട് വീട്ടിൽ പോവാതെ ഇവരോട് എന്ത് ചെയ്യുന്നു ചോദിക്കും. അതേസമയം അനിയനും ഇവൾക്ക് ബോയ് ഫ്രണ്ടുള്ള കാര്യമൊന്നും പറയാതെ അവ സൈലന്റ് ആയിട്ട് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ വീട്ടിൽ എത്തുന്ന ശേഷം ഗീജനും ഇവളുടെ അമ്മയൊന്നും ഇവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇട്ട് വയ്ക്കുമ്പം ഇവൾ അമ്മയൊന്നും കണ്ടില്ല പക്ഷെ അനിയൻ കണ്ട് ഇപ്പൊ മൊത്തം സീനായെന്ന് പറയും. അപ്പോഴാണ് ഗീജനും അതൊക്കെ എന്തോ സീൻ, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഹഗ് ചെയ്തേന്ന് നിന്റെ അനിയനോട് പറഞ്ഞാൽ പോലെ കൊച്ചു പയ്യനൊക്കെ എന്തറിയാം എന്നിന് അവൻ മെസ്സേജ് ഇടുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും എല്ലാ പിള്ളേരെ പോലെ ഒന്നല്ലട ഇവൻ പറഞ്ഞ് ഇവളിവിടെ പേടിച്ചിരിക്കും. അതിനുശേഷം അനിയനും ഭയങ്കര ദേഷ്യത്തി അവൾ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് അവനും ചേച്ചി നിനക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ആയോ, എനിക്ക് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ തന്നെ അവന് ബ്രേക്കപ്പ് ആയി എന്ന് ഇവൻ പറയുമ്പം അവളാണ് അവൻ നല്ല പയ്യനാന്ന് പറയും. ഇത് കേട്ട് അനിയനാണ് ചേച്ചി ഇത് അമ്മ അറിഞ്ഞ വലിയ പ്രശ്നമാണ്, നീ അമ്മയും കൂടെ വീണ്ടും ഇങ്ങനെ പ്രശ്നത്തിലാണെന്ന് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അവന് ബ്രേക്കപ്പ് ചെയ്ത് എന്നിന് അനിയൻ പറഞ്ഞിട്ട് ഇവൾ അപ്പം തന്നെ ഗീജനെ വിളിച്ച് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ തമ്മിൽ കാണണ്ടെന്ന് അറിയും. അതോടെ അവനാണ് പേടിച്ചിട്ട് ഒരു കൊച്ചു ഭയം പറഞ്ഞിട്ട് നിനക്ക് എന്നെ കാണണ്ടേ, അവൻ അനിയനാണോ അല്ല നിന്റെ ചേട്ടനാണോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് ഒയിനും ഒരേ ശിവത്തമ്മ ഇങ്ങനെ ഒരുമിച്ച് കാണുവാണ് അനിയൻ വീട്ടിൽ പാല് വെച്ച് കൊടുക്കുന്ന അറിയും. കൂടാതെ അവനെ കണ്ടിട്ട് കൊച്ചു പയ്യനാണെങ്കിലും അവൻ എല്ലാ പിള്ളേരെ പോലെ നല്ലെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവള് പറഞ്ഞ പോലെ കേട് നടക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഗീജനാണ് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്നിട്ട് എടാ 3ാം ക്ലാസ്സിൽ നിങ്ങളൊക്കെ എങ്ങനായിരുന്നു എന്നിന് അവൻ ചോദിക്കുമ്പം അവന്മാരാണ് മൂക്കളും ചീറ്റിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നതെന്ന് അറിയും. അതോടെ ഗീജന് ദേഷ്യത്തി നാണില്ലാത്തവൻ അതൊന്നുമല്ല ചോദിച്ചത്, നിങ്ങളിപ്പോ കളിക്കുന്ന പോലെ ആ സമയത്ത് ഗെയിമല്ലേ കളിച്ചോണ്ടിരിക്കത്തുള്ളൂ, പക്ഷെ ഇവൻ മാത്രം എന്തുവാടാ ഇങ്ങനെ എന്നിന് ആ വീഡിയോ ഗെയിം പിടിച്ചിങ്ങനെ കുലുക്കി അത് മൊത്തം ചീത്തയാക്കും. അതോടെ ഇവന്മാരാണ് എടാ ദ്രോഹി പണ്ട് തൊട്ടേ കളിച്ച ഞങ്ങളുടെ ഗെയിം ഇതോടെ നശിച്ച് എന്നിന് അവന്മാർ അപ്സെറ്റ് ആയിരിക്കും. അതേസമയം സ്കൂളിൽ അനിയനും ബൊങ്കും കൂടെ കട്ട ഫ്രണ്ട്സ് ആകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗീജോനാണ് നമുക്കൊരു സെക്കൻഡ് സംസാരിച്ചോലെന്ന് പറഞ്ഞ് അനിയനെ വിളിക്കുമ്പം ബൊങ്കുവാണ് ഇത്രയും വലിയ മനുഷ്യനെന്ന് പറഞ്ഞ് അവനിങ്ങനെ വായി നോക്കും. അതേസമയം അനിയനും ഇവന്റെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കൂട്ടാനും വിളിച്ചോണ്ട് അവിടെ നോമ്പരാണ് ഗീജോനെ പറയുന്നിട്ട് എടാ ഞാൻ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഒന്ന് മൈൻഡ് ചെയ്യ ബ്രോ എന്നെ എന്നിന് ഇവനിങ്ങനെ പുറ വരുമ്പം അനിയനാണ് അവനെ മൈൻഡ് ചെയ്യണമെന്ന് പറയും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ഗീജൻ ഇവന്മാർക്ക് ഐസ്ക്രീം അയച്ചു കൊടുക്കുമ്പോഴാണ് ബൊങ്കുവാണ് അടിച്ചവര് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗീജനും എന്റെ നീളം വെയിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഇവനെ പരിചയപ്പെടുത്തുമ്പം അനിയൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും.
അപ്പോഴാണ് ഗീജോൻ പഠിക്കുന്ന സ്കൂൾ അറിഞ്ഞിട്ട് അനിയൻ മൊത്തത്തിൽ വെറുത്തുപോയി. ഇമാതിരി സ്കൂളിലോ എന്ന് നവ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതോടെ ഗീജോൻ വന്ന് ഈ കാര്യം അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും. എന്റെ പൊന്നളിയ, അവൻ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെയാ പോയ. ഇത്രയും പ്രായത്തിലൊക്കെ അവൻ ഇത്രയും ആറ്റിറ്റ്യൂഡോ? ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന എന്തോടെ തെറ്റ് എന്ന് ഇവൻ ചോദിക്കുമ്പം അവന്റെ ഫ്രണ്ട്സ് ആണ് പിന്നെ 6 തെറ്റാന്ന് പറഞ്ഞ് അവനെ മിണ്ടാതാക്കും. കൂടാതെ ഇവന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ പോലെ അവൻ അതിബുദ്ധിശാലിയാണെങ്കിലും അവന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പൈനലെന്ന് പറഞ്ഞ് ഇവൻ ചുമ്മാ ഹാൻഡ്സം ഷോയൊക്കെ കാണിക്കാതെ ഇവന്റെ നല്ല മനസ്സ് കാണിക്കുവാണ് അവൻ അത് വീണോന്ന് പറയും. ഇത് കേട്ട് ഗീജനും എടാ അപ്പൊ നീ പറയുന്ന എനിക്ക് നല്ല മനസ്സില്ലെന്നാണ് എന്നിന് ഇവനും ചോദ്യം ചെയ്യുമ്പം അവന്മാരും പറഞ്ഞാദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞേക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഗീജൻ വീണ്ടും ടെഡിബിയറിന്റെ കെറ്റപ്പി അവളുടെ അനിയനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവനാണ് ഇത് മനസ്സിലാക്കി അവന്റെ കൂട്ടാനും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം എല്ലാ പിള്ളേരും കൂടെ അവനെ ചുറ്റുമ്പോഴാണ് അവസാനം ഇവനും ദേഷ്യത്തി ഡാടാ കൊച്ചു പയ്യന്മാർ എവിടേക്കാണ് തൊട്ട് കളിക്കുന്നത്, മര്യാദയ്ക്ക് കോസ്റ്റ്യൂം ഇടാനും സമ്മതിക്കത്തില്ല എന്നിട്ട് അവൻ അവിടെ നിന്ന് അനിയനെ കൈ കാണിച്ച് വിളിക്കുമ്പം ഇവിടെ അവന്റെ കൂട്ടാന് ഗീജനെ ഒത്തിരി ഇഷ്ടപ്പെടും. പക്ഷെ അനിയൻ അപ്പോഴും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഗീജോന് നല്ല മനസ്സ് കാണിക്കാൻ നോക്കിയാലും അത് വർക്കാകുന്നില്ലെന്ന് പറഞ്ഞ് ഐഡിയ തന്നെ എന്റെ കൂട്ടാനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അത് കേട്ട് അവനും എങ്കിൽ പിന്നെ നീ പറഞ്ഞ പോലെ അവൻ എല്ലാ പയ്യന്മാരും കൂട്ടല്ല, അവസാനമായിട്ട് നീ നിന്റെ ബുദ്ധി യൂസ് ചെയ്യും എന്നിട്ട് അവൻ പറഞ്ഞിട്ട് അടുത്ത ദിവസം ഗീജോൻ വീണ്ടും അനിയനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഈ തവണ നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ വയ്ക്കാന്ന് പറഞ്ഞ് അനിയനെ വിളിക്കുമ്പം അവന് കൊച്ചുള്ളവരെ പോലെ ചുമ്മാ തമാശ കാണിക്കാതെ പോകുന്ന പറഞ്ഞ് ഇവനെ മൈൻഡ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോഴാണ് ഗീജനും എന്തോ പറ്റി പേടിച്ചോ എന്നിട്ട് അവന്റെ ദേഷ്യം കൂട്ടുമ്പം അനിയനാണ് എനിക്കൊന്നും പേടിയില്ല നീയാ പൊട്ടാമോന്ന് പറഞ്ഞ് അവനും ഡീൽ ചെയ്യും. അതായത് കോമ്പറ്റീഷനിൽ തോറ്റു പോവാണ് ഇനി ഇവന്റെ ചേച്ചിയുടെ പുറകെ അവൻ പോവല്ലേ. അതേസമയം ഇവനെ പൊട്ടിക്കുവാണ് അവൻ ചേച്ചിയെ ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കാന്ന് പറയും. അതിനെ ഈ കാര്യം അറിഞ്ഞ് ഊയനാണ് അന്ന് അവനെ കാണാൻ വിളിച്ചിട്ട് ചോദിക്കും ഇവൻ എന്തിനാ അനിയനായിട്ടൊക്കെ ചലഞ്ച് ചെയ്തേന്ന്. അപ്പോഴാണ് ഗീജനും ജസ്റ്റ് ചുമ്മാ ഓരോ രാജ്യത്തിന്റെ ക്യാപിറ്റൽ പറയുന്ന ഞങ്ങളിട്ട കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് അതൊക്കെ സിമ്പിളാന്ന് പറയും. അപ്പോഴാണ് ഇവളാണ് പേടിച്ചിട്ട് എടാ പക്ഷെ നിനക്ക് അവനെ പൊട്ടിക്കാൻ സാധിക്കുമോ, ഒരിശി നീ തോറ്റ എന്നെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞില്ലേ എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും അതിനൊന്നും ചാൻസ് ഇല്ല ഞാനായിരിക്കും വിജയിക്കാൻ പോന്നെ എന്നിനെ ഗീജൻ ധൈര്യത്തിരിക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാ രാജ്യത്തിന്റെയും ക്യാപിറ്റൽ മുമ്പേ പഠിച്ചു വെച്ചേക്കാന്ന് പറയും. അതോടെ ഗീജനാണ് പേടിച്ചിട്ട് അവൻ എല്ലാം പഠിച്ചിരിക്കുവാണോ, എന്നാലും കുഴപ്പമില്ല എന്റെ അടുത്ത് പ്ലാൻ ബി ഉണ്ട്, മത്സരത്തിൽ തോറ്റാലും നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്ത പോലെ അവനോട് ചുമ്മാ കാണിച്ചാൽ മതി, നമുക്ക് അവനറിയാതെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കാം എന്നിന് ഇവൻ പറഞ്ഞിട്ട് അവൾ ആശ്വാസമാകും. അതേപോലെ തന്നെ ഇവനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവള് കാരണമല്ലെന്ന് പറഞ്ഞ് സോറി പറയുമ്പം അവനാണ് സോറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവൾ ഒത്തിരി സ്പെഷ്യലാന്ന് പറയും. അതേസമയം അവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഇവനെ പെട്ടെന്ന് അടുത്തേക്ക് ചെന്നിട്ട് നിനക്കിതെന്ത് പറ്റി, ഞാനും തെറ്റായിട്ട് പറഞ്ഞു എന്നിന് അവളിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കി കിസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് അവളുടെ അനിയൻ പെട്ടെന്ന് ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയും. അതോടെ ഇവിടെ ഗീജൻ ദേഷ്യത്തി ഇവളുടെ ഒരു അനിയൻ അവനെ ഞാൻ വെറുതെ വിടത്തില്ലടാ എന്നിന് ഇവൻ ദേഷ്യത്തിരിക്കുന്ന പോലെ അതേസമയം അനിയൻ വീണ്ടും ദേഷ്യത്തി അവളുടെ റൂമിലേക്ക് വരും. ഇത്രയും താമസിച്ച് നീ എന്തോ വീട്ടിലേക്ക് വന്നെ, ആ നീളം കൂടിയ തടിമാടനെ കാണാൻ പോയതാണ് എന്നിന് അനിയൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ നിനക്കെന്തിനാണ് അവൻ ഇഷ്ടപ്പെടാത്ത, അവൻ നല്ല പയ്യന എന്നിന് ഇവള് പറയുമ്പോൾ അനിയനും ചേച്ചി അവന്റെ തലയ്ക്കകത്ത് ഒന്നും ഇല്ല, കൂടാതെ അവൻ പഠിക്കുന്ന സ്കൂൾ അറിയാലോ അവിടെ ഫുള്ളും പഠിക്കാത്ത പയ്യന്മാരാ, അതുകൊണ്ട് എനിക്ക് അവൻ ഇഷ്ടപ്പെടാത്ത എന്നിന് ഇവൻ പറയുമ്പം ഊയനാണ് അടുത്തേക്ക് ഇരുന്നിട്ട് എടാ ഒരുതും പഠിക്കുന്ന സ്കൂൾ വെച്ചൊന്നും അവനെ വിലയിരുത്തിക്കൂടാ എന്നിന് ഇവൾ എന്ത് പറഞ്ഞു നോക്കിയാലും അവനാണ് ഞാൻ പോലും സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ അമ്മ ഇത് അറിഞ്ഞാൽ തന്നെ ചേച്ചി വഴക്കുറയെന്ന് പറഞ്ഞ് ഇവൾക്ക് അതാണ് ആവശ്യം ചോദിക്കും. അപ്പോഴാണ് ഊയനും ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അമ്മയെ കുറിച്ചൊന്ന് പേടിക്കണ്ടെന്ന് അവൾ അനിയന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കും. എന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് ഗീജനും കുറെ ക്യാപിറ്റലൊക്കെ പറഞ്ഞു നോക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരാണ് എടാ മരമണ്ട ഇത്രയും സമയം നീ ഇതല്ലടാ പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ നീ മറന്നുപോയോ എന്ന് ഇവന്മാര് വഴക്കുറയുമ്പം അവനാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്ന പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും തെറ്റിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഇവളുടെ ഫ്രണ്ട്സും ഈ ഗീജനെ സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവളുടെ അനിയന്റെ കൂടെ ഒക്കെ മത്സരിക്കണമെന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പം ഊയനാണ് സങ്കടത്തിരിക്കുന്ന ഇവളുമാര് കാണും. അപ്പോഴാണ് മിറയും പറഞ്ഞ പോലെ നിന്റെ അനിയൻ അവസാനം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചായിരുന്നല്ലേ കോമ്പറ്റീഷനിലൊക്കെ, മിക്കവാറും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നിന് ഇവരിങ്ങനെ ചോദിക്കുമ്പം അതേസമയം ഗീജനാണ് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവൻ തുണ്ടൊക്കെ കൈനകത്ത് എഴുതി വെച്ചേക്കെന്ന് പറയും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ അനിയന്റെ കൂടെ അവൻ മത്സരിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടാനും ദേഷ്യത്തി എടാ തേങ്ങാത്താലി രാത്രി ഫുൾ ഇതല്ലാടെ പഠിച്ചോണ്ടിരുന്നത്, നിനക്ക് അവളെ ബ്രേക്കപ്പ് ചെയ്യണോ, നിന്റെ ബ്രെയിനൊക്കെ എവിടെ ഊരി വെച്ചറാ നീ എന്നിന് അവന്മാർ രണ്ടുപേരും കൂടെ അവനെ കുറെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. ഇതേ സമയം കൈ തുണ്ടെഴുതിയാലും അത് അവന്റെ വിയർപ്പ് കാരണം മൊത്തത്തിൽ മാഞ്ഞുപോയി. അവന്റെ ഗീജനും എല്ലാ പ്ലാനും ഫ്ലോപ്പായി അളിയാന്ന് പറഞ്ഞ് അവൻ പറഞ്ഞോണ്ടിരിക്കുമ്പം അനിയന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാരും കൂടെ ഈ ചേട്ടനെ കാണാൻ ഹാൻസം ആണെങ്കിലും വേറെ ഒരു മണ്ടനാന്നറിഞ്ഞ് അവർക്കൊക്കെ കണ്ടിട്ട് ചിരി വരാന്ന് പറയും. അപ്പോഴാണ് ഗീജനും ഞാനിത് തോറ്റിട്ടില്ല എനിക്കൊന്നും കൂടെ മത്സരിക്കണം എന്നിന് ഇവനിവിടെ ധൈര്യത്തിരിക്കുമ്പം ഇതൊക്കെ കണ്ടിട്ട് അനിയനും ഇന്നലെ രാത്രി ഹൂയും പറഞ്ഞേക്ക് ആലോചിച്ച് വെക്കും. അതായത് ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അമ്മയെ കണ്ടെന്ന് പേടിയില്ലെന്ന്. അതുകൊണ്ട് അനിയൻ അത് ആലോചിച്ചിട്ട് എങ്കിൽ പിന്നെ അവസാനമായിട്ട് ഇവനൊരു ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് അവനിപ്പോ പറയും ഈ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാണ് ഇവന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ അവൻ സമ്മതിക്കാന്ന്. അപ്പോഴാണ് അവന്റെ കൂട്ടാനും ഫ്രാൻസിന്റെ ക്യാപിറ്റൽ എന്തോന്ന് പറഞ്ഞു കൊടുക്കളിയാ, ഇത് നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ച് എന്നിന് അവൻ ചോദിക്കുമ്പം ഗീജനാണ് സന്തോഷത്തി
എന്റെ പോനോ ഇത്ര എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനാ. അളിയ എന്തായാലും നീ പറഞ്ഞ പോലെ ഇത് ഞാൻ പറയാണ്, ഞാനാണ് മത്സരത്തിൽ വിജയിച്ചത്. പിന്നീട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഇവൻ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സും പറഞ്ഞോട് കളിയാന്ന് പറഞ്ഞ് അവനെ ചെയർ ചെയ്തോണ്ടിരിക്കും. അതോടെ അവന് കുറെ ഡാൻസ് കളിച്ചിട്ട് ലാൽ പാരീസ് എന്ന് പറഞ്ഞ് ഉത്തരം പറയുമ്പം ഇവരെല്ലാം കളിയാക്കി ചിരിക്കും. അപ്പരാണ് അനിയനും നീ മത്സരത്തിൽ തോറ്റ് അവിടെ എന്റെ ചേച്ചിയായിട്ട് ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ കൂട്ടാനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പരാണ് ഗീജൻ പറയുന്നിട്ട് എന്റെ അളി എനിക്ക് ഒരു ചാൻസും കൊടുത്താ ഞാൻ വേണം നിന്നെ വീട്ടിൽ പൊക്കിയെടുത്തോണ്ടോ എന്നിട്ട് ഇവൻ അനിയനെ പൊക്കിയിട്ട് എല്ലാരും കൂടെ ചിരിപ്പിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവിടുത്തെ പിള്ളേരായിട്ടൊക്കെ ഗീജൻ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരാണ് അനിയനെ കണ്ടിട്ട് ഈ പ്രായത്തിൽ മറ്റേ പിള്ളേർ പോലെ ചിരിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കേണ്ട, അല്ലാതെ ഇവനെ പോലെ ഇത്ര സീരിയസ് ആയിട്ടൊന്നും ഇരിക്കേണ്ടെന്ന് പറയും. അപ്പരാണ് അനിയൻ ഇവന്മാര് പറയുന്നിട്ട് ഞാനും സന്തോഷത്തിലാന്ന് പറഞ്ഞ് ഇവന്മാരോട് പറയുമ്പം ഇതേസമയം ഗീജനും ആ പിള്ളേരായിട്ട് കളിച്ചിട്ട് നേരെ അനിയനോടൊന്ന് ഇവൻ മത്സരത്തിൽ വിജയിച്ചതിന് കൺഗ്രാജുലേഷൻ പറയും. അപ്പരാണ് പെട്ടെന്ന് അനിയൻ അവനോട് നീ എന്റെ ചേച്ചിക്ക് ഒരിക്കലും സെറ്റ് ആവത്തില്ല, ചുമ്മാതെ എന്റെ അമ്മ എന്റെ ചേച്ചി ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഇനിയിപ്പോ നിങ്ങൾ പ്രേമിക്കുന്ന കാര്യം അറിഞ്ഞ അതോടെ എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനം എന്നിന് അനിയൻ പറഞ്ഞിട്ട് ഇവിടെ ഗീജനാണ് മൊത്തം ഷോക്കായി പോകും. എന്നിട്ട് അനിയൻ അവസാനമായിട്ട് ഡീൽ ചെയ്തതിൽ അവൾ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അനിയന്റെ കൂട്ടുകാരൻ ബൊങ്കുവാണ് ആ ചേട്ടൻ മനഃപൂർവ്വം എല്ലാരും ചിരിപ്പിക്കാൻ വേണ്ടി തോറ്റുകൊടുത്തിയാന്ന് പറഞ്ഞ് ഇവൻ ആ സത്യം അനിയന് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അനിയൻ ഇത് കേട്ട് ഷോക്കായിട്ട് അതെങ്ങനെ ഇവൻ അറിയാന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ബൊങ്കുവാണ് കുറച്ചു സമയം മുമ്പ് എല്ലാവരോടും കളിച്ചും ചിരിച്ചോണ്ടിരുന്നപ്പോ അവൻ എല്ലാവരുടെ പേരും മറക്കാതെ കറക്റ്റായിട്ട് പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഇത്രയും പെട്ടെന്ന് പഠിക്കുന്നവന് ആ ക്യാപിറ്റലൊക്കെ എങ്ങനെ ഒരെണ്ണം പോലെ ഓർമ്മ കാണാത്തെന്ന് ഇവിടെ കൂട്ടുകാരനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അനിയനും അപ്പൊ സത്യത്തിൽ അവൻ എനിക്ക് വേണ്ടി തോറ്റെന്നാണെന്ന് പറഞ്ഞ് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ഇടാൻ മറക്കണ്ട. അങ്ങനെ ലൈക്ക് ഇട്ട് എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് കാണാം.